ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നമ്മളെ ലാബിൻ്റെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് ലാബാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞിരുന്നു. അപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അത് എന്തൊക്കെയാണെന്നുള്ള ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വാട്ട് ഈസ് എ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് നെറ്റ്വർക്കിംഗ്, പിന്നെയോ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് പറഞ്ഞു അല്ലേ? ഏതൊക്കെ വിധത്തിലാണ് നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതിൻ്റെ ലേഔട്ടിന് നമ്മൾ എന്താ പറയുന്നത്? ടോപ്പോളജി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പം ഇന്ന് അതുപോലെ തന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ നമ്മൾ ഇന്നും ഒരു ഇൻട്രൊഡക്ഷൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രൂപത്തിലാണ് പറയാൻ പോകുന്നത്. കാരണം നിങ്ങൾക്ക് ഈ ഒരു സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തിയറി സബ്ജക്റ്റ്, ഇതിൻ്റെ ബേസ് ഇല്ലാത്തതുകൊണ്ട് ആണ് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ പറയേണ്ടി വരുന്നത്. കാരണം നിങ്ങൾക്ക് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഇതിൻ്റെ തിയറി പഠിക്കാനുണ്ട്. അത് നെക്സ്റ്റ് സെമസ്റ്ററിലാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു ക്ലാസ്സും കൂടി നമുക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സ്പെരിമെന്റ്സിലേക്ക് പോവാം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ, അതായത് ടോപ്പോളജി ഉണ്ട്. ടോപ്പോളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലേഔട്ടാണ് അല്ലേ? ആ ലേഔട്ട് ഇപ്പോൾ നമ്മൾ നെറ്റ്വർക്കിംഗ് പറഞ്ഞു. അപ്പോൾ ഈ നെറ്റ്വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ഡിവൈസുകൾ, ഇത് കമ്പ്യൂട്ടേഴ്സ് കൂടാതെ തന്നെ, കമ്പ്യൂട്ടേഴ്സും ബാക്കിയുള്ള പെരിഫറൽസും കൂടാതെ തന്നെ സ്പെഷ്യൽ ഡിവൈസുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും. കാരണം നമ്മൾ നെറ്റ്വർക്ക് ചെയ്യുന്ന സിസ്റ്റം സംടൈംസ് നമ്മളെ പിന്നെ ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു റൂമിൻ്റെ ഉള്ളിലുള്ള രണ്ട് സിസ്റ്റംസ് തമ്മിലായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതേസമയം ചില സമയത്ത് നമ്മൾ വളരെ റിമോട്ട് ആയിട്ടുള്ള ഏരിയയിലെ ഉള്ള ഒരു സിസ്റ്റമായിട്ടായിരിക്കും നമ്മൾ ചില സമയത്ത് കണക്ട് ചെയ്യുക. കാരണം ഇതിപ്പോൾ ഇന്റർനെറ്റൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെർവർ ഒരുപക്ഷെ കുറെ ദൂരെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിലായിട്ട് കുറേ ഡിവൈസുകൾ വേണ്ടി വരും. കാരണം നമുക്ക് ഡയറക്റ്റ് കണക്ഷൻ പോസിബിൾ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ കുറെ ഈ ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറെ ഡിവൈസുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഡിവൈസുകൾ ഏതൊക്കെയാണ്, ഓരോന്നിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നെറ്റ്വർക്കിൻ്റെ ബേസിക്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഡിവൈസുകൾ, എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ്, അതിൻ്റെ പിന്നെ പർപ്പസ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്, ഓരോ ഡിവൈസിൻ്റെ ഫങ്ഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അപ്പോൾ നെറ്റ്വർക്ക് ഡിവൈസസ്, അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ്. അതും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പം നെറ്റ്വർക്ക് ഡിവൈസസ് ആൻഡ് പ്രോട്ടോകോൾസ്. ഫസ്റ്റ് നെറ്റ്വർക്ക് ഡിവൈസസ് നോക്കാം. നെറ്റ്വർക്ക് ഡിവൈസസ് ആർ ഫിസിക്കൽ ഡിവൈസസ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ഹാർഡ്വെയർ ഓൺ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. പറഞ്ഞ പോലെ തന്നെ നെറ്റ്വർക്ക് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡിവൈസസ് ആണ്. ഈ കമ്മ്യൂണിക്കേഷൻ, ഇൻറ്ററാക്ഷൻ, അതായത് ബാക്കിയുള്ള ഡിവൈസസ് തമ്മിൽ, അതായത് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ നെറ്റ്വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഇടയിലായിട്ട് യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ ഡിവൈസുകളാണ് ഈ നെറ്റ്വർക്കിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതൊരു നെറ്റ്വർക്കാണ്. അപ്പോൾ ആ നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് കുറേ കമ്പ്യൂട്ടേഴ്സ് കാണാം. അപ്പോൾ ഈ കമ്പ്യൂട്ടേഴ്സൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്, തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഇടയിലൊക്കെ ഓരോ ഡിവൈസുകൾ കാണാം. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. സ്വിച്ച് ഉണ്ട്, ഹബ്ബ് ഉണ്ട്, റൗട്ടർ, ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡിവൈസുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഡിവൈസുകളാണ് നമ്മൾ ഈ നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ഡിവൈസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോമൺ നെറ്റ്വർക്ക് ഡിവൈസസ് ആർ NIC നമ്മൾ പഠിച്ചതാണ്. എന്താണ് NIC? നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. അതെന്തായിരുന്നു? നെറ്റ്വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്സ്പാൻഷൻ കാർഡാണെന്ന് നമ്മൾ പഠിച്ചത് അല്ലേ? ഓക്കെ. പിന്നെ വരുന്നത് മോഡം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ റിപ്പീറ്റർ, ഹബ്ബ്, സ്വിച്ച്, റൗട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ് വേ, ആക്സസ് പോയിന്റ്.
അപ്പോൾ ഇത്തരം ഈ പറഞ്ഞിരിക്കുന്ന ഡിവൈസുകളാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ഡിവൈസസ്. ഇനി ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ NIC. NICൻ്റെ ഫുൾ ഫോം എന്തായിരുന്നു? നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്താണ്? NIC is a computer hardware component that connects a computer to a network. അപ്പോൾ കമ്പ്യൂട്ടറിനെ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഹാർഡ്വെയർ കമ്പണൻ്റ് ആണ്. അതായത് ഒരു എക്സ്പാൻഷൻ കാർഡാണ്. നമ്മൾ എക്സ്പാൻഷൻ കാർഡ് കഴിഞ്ഞ സെമ്മിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഹാർഡ്വെയർ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചതാണ് എക്സ്പാൻഷൻ കാർഡ്. അപ്പോൾ ഈ നെറ്റ്വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്സ്പാൻഷൻ കാർഡാണ് ഈ NIC എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പോർട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 ടൈപ്പ് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഒന്ന് RJ45, പിന്നെ BNC, നമ്മൾ കേബിൾ കണക്ട് ചെയ്യുന്ന BNC ടൈപ്പ്. അപ്പോൾ ഇതാണ് നമ്മളെ കാർഡ്. അപ്പോൾ അതിൻ്റെ ഒരു ടെലിഫോൺ ജാക്കുമായിട്ടുള്ള ഇത് എന്തായിരുന്നു? RJ45 കണക്ടറാണ്. ഇനി അതുപോലെ വേറെ ഒരു ടൈപ്പ് ഉള്ളത് എന്താണ്? BNC കണക്ടർ, അതായത് കേബിൾ. നിങ്ങളെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന കേബിൾ കണക്ഷൻ ഉണ്ടല്ലോ, റൗണ്ട് ഷേപ്പിലുള്ള അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ടൈപ്പ് കൊയാക്സിൽ കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണക്ടറാണ് ഈ BNC എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടാമത് കാണുന്ന ഈ ഇമേജിൽ കാണുന്നത് രണ്ടും കണക്ട് ചെയ്യാം. 2 ടൈപ്പ് കേബിൾസും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കാർഡിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ NICനെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാവുന്ന ഇതായതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് നോക്കാം. മോഡം. അപ്പോൾ മോഡം എന്ന് പറഞ്ഞാൽ, മോഡം സ്റ്റാൻഡ്സ് ഫോർ മോഡുലേറ്റർ ഡിമോഡുലേറ്റർ. ഈ മോഡുലേറ്റർ ഡിമോഡുലേറ്റർ എന്നുള്ള വാക്കിൽ നിന്നാണ് ഈ മോഡം എന്നുള്ള പേര് വന്നിട്ടുള്ളത്. മോഡുലേറ്റർ ഡിമോഡുലേറ്റർ. മോഡം is a device that enables a computer to transmit data over telephone or cable lines. അപ്പോൾ മോഡം എന്താണ് ചെയ്യുന്നത്? It enables a computer to transmit data over telephone or cable lines. അതായത് ടെലിഫോണിലോ അല്ലെങ്കിൽ കേബിൾ ലൈൻസിലൂടെ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന ഡാറ്റനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. എന്തിനാ നമുക്ക് ടെലിഫോണിലൂടെ അതേപോലെ കേബിളിലൂടെയൊക്കെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അത് നെറ്റ്വർക്ക് ചെയ്യുമ്പോൾ അല്ലേ, നമ്മളൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിലായിട്ട് കണക്ട് ചെയ്തു, നമ്മൾ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെർവറായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ ഒരു മീഡിയ വേണം അല്ലേ. അതായത് നമ്മൾ ഇവിടുന്ന് സെൻഡ് ചെയ്യുന്ന ഡാറ്റ അവിടെ എത്തണം, അവിടുന്ന് സെൻഡ് ചെയ്യുന്ന ഡാറ്റ ഇവിടെ എത്തണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മോഡം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മോഡം ഇറ്റ് കൺവേർട്സ് അനലോഗ് സിഗ്നൽസ് ടു ഡിജിറ്റൽ ആൻഡ് വൈസ് വേഴ്സ. അതായത് മോഡം ചെയ്യുന്നത് എന്താണ്? മോഡുലേഷനും ഡിമോഡുലേഷനും. എങ്ങനത്തെ സിഗ്നൽസിനെ, അതായത് അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റലാക്കി മാറ്റും, അതേപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗാക്കി മാറ്റുകയും ചെയ്യും. എന്താണ് അതിൻ്റെ ആവശ്യം? അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലിനെ അനലോഗൊക്കെ ആക്കേണ്ട ആവശ്യം എന്താണ്? നമുക്കറിയാം, ആ കമ്പ്യൂട്ടർ ഈസ് എ ഡിജിറ്റൽ മെഷീൻ അല്ലേ. ഒരു ഡിജിറ്റൽ സിഗ്നൽസ് പ്രോസസ്സ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഇത് നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിന് ഈ ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള സിഗ്നൽസേ അറിയുള്ളൂ അല്ലേ, അത് പ്രോസസ്സ് ചെയ്യാനേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഒരു സെർവർ, റിമോട്ട് ഏരിയയിലെ ഏതെങ്കിലും ഒരു സെർവറായിട്ട് കണക്ട് ചെയ്യണം. ഇപ്പോൾ സപ്പോസ് നിങ്ങളിപ്പോൾ ഒരു ജിമെയിൽ നോക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആ കമ്പ്യൂട്ടർ നിങ്ങൾ കണക്റ്റൊക്കെ ചെയ്തു, www.gmail.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് നേരെ എന്ത് ചെയ്യുക? റിക്വസ്റ്റ് ജിമെയിലിൻ്റെ സെർവറിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഡാറ്റ നമ്മളെ സിസ്റ്റത്തിൽ നിന്ന് എന്ത് ചെയ്യണം? അവരുടെ ആ ജിമെയിലിൻ്റെ സെർവറിലേക്ക് എത്തണം അല്ലേ. അപ്പോൾ നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് അങ്ങ് കണക്ട് ചെയ്യാൻ പറ്റുമോ? നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് നേരെ ജിമെയിലിൻ്റെ സെർവറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനുവേണ്ടി ഒരു ISP, അതായത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്, അവരുടെ സെർവറിലേക്ക് ആദ്യം കണക്ട് ചെയ്യും. എന്നിട്ട് അവർ അതിൽ നിന്നാണ് എന്ത് ചെയ്യുക? ബാക്കിയുള്ള നെറ്റ്വർക്കിലേക്കൊക്കെ നമ്മൾ കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ISP അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് തരുന്നവർ എല്ലാവരും, എയർടെലോ ജിയോ അങ്ങനെയുള്ള ഏത് ആയാലും, അപ്പോൾ അങ്ങനെയുള്ള അതിലേക്കാണ് നമ്മൾ ആദ്യം കണക്ട് ചെയ്യുക. ഇപ്പോൾ BSNL ഉണ്ട്, അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് കൊടുക്കുന്നുണ്ട് കേബിൾ വഴി. BSNL കൊടുക്കുന്നത് ടെലിഫോൺ ലൈൻസ് വഴി. അപ്പോൾ ഈ ടെലിഫോൺ ലൈൻസും കേബിളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടെലിഫോൺ ലൈനൊക്കെ വർക്ക് ചെയ്യുന്നത് അനലോഗ് സിഗ്നൽസാണ്. അപ്പോൾ ഈ ടെലിഫോൺ ലൈൻസിലൂടെ അനലോഗ് സിഗ്നൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മളെ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗ് ആക്കി കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ടെലിഫോൺ ലൈനിലൂടെ സെൻഡ് ചെയ്യും. എന്നിട്ട് റിസീവിങ് എൻഡിൽ സെർവറിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ കേസാണെങ്കിൽ ജിമെയിൽ സെർവർ അല്ലെങ്കിൽ ഈ ഐ എസ് പിയിലേക്ക് എത്തണം ആദ്യം അല്ലേ. അപ്പോൾ അവിടുത്തെ കമ്പ്യൂട്ടറിലേക്ക് എത്തുന്ന വരെയുള്ള ട്രാൻസ്മിഷൻ ടെലിഫോൺ ലൈൻസിലൂടെയാണ്. അപ്പോൾ ഈ അനലോഗ് സിഗ്നൽ അവിടെ എത്തും. അപ്പോൾ എത്തുന്ന സമയത്ത് വീണ്ടും ആ കമ്പ്യൂട്ടറിലേക്കാണ് ഫീഡ് ചെയ്യേണ്ടത് അല്ലേ. സെർവർ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടി തിരിച്ചെന്താക്കണം, ഈ അനലോഗ് സിഗ്നൽ വീണ്ടും തിരിച്ച് എന്താക്കി മാറ്റണം. ആ എൻഡിൽ അവിടെ ഒരു മോഡം ഉണ്ടായിരിക്കും. ആ മോഡം എന്താ ചെയ്യുക, ഈ അനലോഗ് സിഗ്നൽ നേരെ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ട് സെൻഡ് ചെയ്യുകയാണെങ്കിലും അതേ രീതിയിൽ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിലുള്ള മോഡം നേരെ തിരിച്ച് ഡിജിറ്റൽ സിഗ്നൽസ് ആക്കി മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ ഈ മോഡത്തിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. അതിനെ എന്താ ചെയ്യുന്നത്, അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലാക്കും, ഡിജിറ്റലിനെ അനലോഗാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണൊരു മോഡത്തിൻ്റെ ഇമേജ്. ഇപ്പോൾ മോഡത്തിൻ്റെ ഒരു കണക്ഷനാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നമ്മളൊരു കേബിൾ വഴി എന്ത് ചെയ്യും, മോഡത്തിലേക്ക് കണക്ട് ചെയ്യും. ഫോൺ ലൈനിൽ നിന്ന് വരുന്ന ആ ജാക്ക്, നമ്മൾ ടെലിഫോണിൽ കണക്ട് ചെയ്യുന്ന ആ ചെറിയ ജാക്ക് ഉണ്ടല്ലോ, RJ11 ആണ്. ആ RJ11 ഒരു പോർട്ട് ഈ മോഡത്തിലുണ്ടാവും. പിന്നെ വരുന്ന ഈ RJ45 കണക്റ്റഡ് ഒരു പോർട്ടിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് നേരെ കമ്പ്യൂട്ടറിലെ ലാൻ കേബിൾ NICയിലേക്ക് കണക്ട് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് റിപ്പീറ്റർ. റിപ്പീറ്റർ പേര് പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് റിസീവ്സ് എ സിഗ്നൽസ്, ബൂസ്റ്റ് ആൻഡ് റീട്രാൻസ്മിറ്റ് ഇറ്റ്. അപ്പോൾ ഒരു റിപ്പീറ്റർ എന്താ ചെയ്യുന്നത്, ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. അത് ജസ്റ്റ് എന്താ ചെയ്യുന്നത്, അതിന് കിട്ടുന്ന സിഗ്നൽസിനെ ബൂസ്റ്റ് ചെയ്തിട്ട് റീട്രാൻസ്മിറ്റ് ചെയ്യും. അല്ലാതെ വേറെ ഒരു കാര്യം അതിൽ നടക്കുന്നില്ല. അപ്പോൾ റിപ്പീറ്റേഴ്സ് ആർ യൂസ്ഡ് ടു എക്സ്റ്റെൻഡ് ട്രാൻസ്മിഷൻ സോ ദാറ്റ് ദ സിഗ്നൽ ക്യാൻ കവർ ലോങ്ങർ ഡിസ്റ്റൻസ്. അപ്പോൾ റിപ്പീറ്ററിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ സിഗ്നലിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില കേബിൾ കണക്ഷൻ, അതായത് DTH അല്ല, മുമ്പൊക്കെ കേബിൾ കണക്ഷൻ നമ്മൾ വീട്ടിലേക്ക് കേബിൾ കണക്ഷൻ എടുക്കുന്ന സമയത്ത് ആ കേബിൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഈ ചില ഭാഗങ്ങളിൽ അവർ ഒരു ഡിവൈസ് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു LED ഒക്കെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അത് റിപ്പീറ്ററാണ്. അതായത് ലോങ് ഡിസ്റ്റൻസിലേക്ക് കേബിൾ വഴി ഒരു സിഗ്നൽ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരും. അതിന് അറ്റനേഷൻ എന്ന് പറയും. അപ്പോൾ ആ സംഭവിക്കുന്നതിന് സിഗ്നല് നമ്മൾ ആ ഒരു ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടയിൽ ബൂസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ റിസീവിങ് എൻഡിൽ എവിടെയാണോ എത്തേണ്ടത് ആ എത്തുന്ന സ്ഥലം എത്തുമ്പോഴേക്കും എന്ത് ചെയ്യും, സിഗ്നൽ ലോസായി പോവും. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു സിഗ്നൽ കാണാം, ഒരു ഡിജിറ്റൽ സിഗ്നൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൽ ആ സിഗ്നൽ, മുകളിൽ കാണുന്ന ആ സിഗ്നൽ, അതിൻ്റെ ആ ഒരു ആംപ്ലിറ്റ്യൂഡ്, അതായത് അത് കുറഞ്ഞ് വരുന്നത് കാണാം. ആദ്യത്തെ ലെവലിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, സിഗ്നൽ കുറഞ്ഞ് വരും, പവർ കുറഞ്ഞ് വരും. അപ്പോൾ അതിന് നമ്മൾ അറ്റനേഷൻ എന്ന് പറയും. ആംപ്ലിഫിക്കേഷൻ്റെ ഓപ്പോസിറ്റാണ് അറ്റനേഷൻ. ആംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ബൂസ്റ്റ് ചെയ്യുക അല്ലേ, സിഗ്നലിന് പവർ കൂട്ടുക. അപ്പോൾ ഇവിടെ അറ്റനേഷൻ സംഭവിക്കും. അപ്പോൾ ആ അറ്റനേഷൻ സംഭവിക്കുന്നതിനെ എന്ത് ചെയ്യുക, വീണ്ടും റീജനറേറ്റ്, ആ സിഗ്നലിനെ റീജനറേറ്റ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് റിപ്പീറ്റർ ചെയ്യുന്നത്. അപ്പോൾ റിപ്പീറ്ററിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വീക്കായി വരുന്ന സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്തതിന് ശേഷം റീട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഇതിൽ നമ്മളെ കേസിൽ പറയുന്ന സമയത്ത് ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെ ഈ കേബിൾ, അതായത് ട്വിസ്റ്റഡ് പെയർ കേബിൾ, UTP കേബിൾ, നമ്മൾ യൂസ് ചെയ്യുന്ന UTP കേബിൾ, അതായത് ഈ RJ45 കണക്ട് ചെയ്യുന്ന UTP കേബിൾ എന്ന് പറയും. ഈ കേബിൾ നമുക്ക് യൂസ് ചെയ്തിട്ട് നെറ്റ്വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ്, അതായത് ഇപ്പോൾ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ, നമ്മൾ കോളേജിലാണെങ്കിൽ, ഇപ്പോൾ നമ്മളെ കോളേജിൽ നിന്ന് ഒരു കമ്പ്യൂട്ടർ മെയിൻ ഓഫീസിലെ ഒരു സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ആ ഡിസ്റ്റൻസ്, അതായത് ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ UTP കേബിൾ, സാധാരണ ഈ ട്വിസ്റ്റഡ് പെയർ കേബിൾ, അതിൻ്റെ ഒരു മാക്സിമം ലെങ്ത്ത്
എന്ന് പറഞ്ഞാൽ 100 മീറ്ററാണ്. 100 മീറ്റർ വരെ സിഗ്നൽ ലോസ് ആവാതെ നമുക്ക് കിട്ടും. 100ൽ കൂടി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ഈ അറ്റൻവേഷൻ സംഭവിച്ചിട്ട് സിഗ്നൽ ലോസ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ലിമിറ്റ് ഇവർ UTP കേബിളിന് പറയുന്നത് 100 മീറ്ററാണ്. അപ്പോൾ 100ൽ കൂടുതലുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ എന്ത് വെച്ച് കൊടുക്കേണ്ടി വരും? ഒരു റിപ്പീറ്ററോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിവൈസ്, ഹബ്ബ് പോലുള്ള വേറെ ഡിവൈസ് വെച്ചിട്ട് സിഗ്നലിൽ ബൂസ്റ്റ് ചെയ്തിട്ട് റീട്രാൻസ്മിറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഹബ്ബ് എന്ന് പറയുന്ന ഒരു ഡിവൈസാണ്. ഈ പിക്ചറിൽ കാണുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ പോർട്ടുകളുണ്ട് അല്ലേ? ഏത് ടൈപ്പ് പോർട്ടാണുള്ളത്? നമ്മൾ RJ45 അല്ലേ? അപ്പോൾ ഡിവൈസ് ദാറ്റ് കണക്ട് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഓർ അതർ നെറ്റ്വർക്ക് ഡിവൈസസ് ടുഗദർ. അപ്പോൾ ഈ ഹബ്ബ് എന്താണ് ചെയ്യുന്നത്? കണക്ട്സ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ്. അതായത് കമ്പ്യൂട്ടേഴ്സ്, ഇപ്പോൾ ഒരു നെറ്റ്വർക്കിൽ കുറേ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, അത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റ് നെറ്റ്വർക്ക് ഡിവൈസുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യും? ഈ ഹബ്ബ് യൂസ് ചെയ്യും. അതായത് ഹബ്ബിന്ന് വേറെ ഹബ്ബിലേക്ക് വേണമെങ്കിൽ കണക്ഷൻ കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ഒരു ലാനിൽ ഇപ്പോൾ ഒരു 5-6 സിസ്റ്റം ഉണ്ടെങ്കിൽ ഈ 6 സിസ്റ്റത്തിലേക്ക്, ഇപ്പോൾ ഇതൊരു 6 പോർട്ട് ഹബ്ബാണ്, നിങ്ങൾ നോക്കിയാൽ കാണാം 6 പോർട്ടാണുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് മാക്സിമം 6 കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാം. അപ്പോൾ 6 കമ്പ്യൂട്ടർ നമ്മൾ ഓരോ പോർട്ടിലും അതിൻ്റെ ഓരോ കമ്പ്യൂട്ടറിൽ നിന്നും അതിന് ലാൻ പോർട്ടിൽ നിന്ന്, അതായത് NIC കണക്ട് ചെയ്തിട്ട് ഈ ഒരു പോർട്ടിലേക്ക് കൊടുക്കുക. അങ്ങനെ ഈ 6 എണ്ണത്തിലേയും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ 6 കമ്പ്യൂട്ടർ ഒരു ചെറിയ ലാൻ നെറ്റ്വർക്ക് ആയി മാറി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഹബ്ബ് യൂസ് ചെയ്യുന്നത്. എ ഹബ് ഈസ് സിംപ്ലി സെൻഡിങ് ഔട്ട് എനിത്തിങ് ദാറ്റ് കംസ് ടു ഇറ്റ് ടു അതർ കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ടു ഇറ്റ്. അപ്പോൾ ഹബ്ബ് കുറച്ച് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ഹബ്ബ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ 6 കമ്പ്യൂട്ടർ കണക്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ 1ാമത്തെ കമ്പ്യൂട്ടറിൽ നിന്ന് 4ാമത്തെ കമ്പ്യൂട്ടറിലേക്ക് ഇപ്പോൾ ഒരു ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ആ 1ാമത്തെ കമ്പ്യൂട്ടർ ആ ഡാറ്റ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേരെ ഈ ഹബ്ബിലേക്ക് വരും. ഹബ്ബ് എന്ത് ചെയ്യും? അത് നേരെ ആ സിഗ്നൽ എന്ത് ചെയ്യും? നേരെ ബാക്കിയുള്ള 5 പോർട്ടിലേക്കും സെൻഡ് ചെയ്യും. അതായത് ബാക്കിയുള്ള ഈ 5 കമ്പ്യൂട്ടറിലേക്കും അത് സെൻഡ് ചെയ്യും. അപ്പോൾ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ അത് ഉദ്ദേശിച്ചത് ആ കമ്പ്യൂട്ടർ മാത്രം അത് റിസീവ് ചെയ്യും. ബാക്കിയുള്ള കമ്പ്യൂട്ടേഴ്സൊക്കെ എന്ത് ചെയ്യും? ആ ഡാറ്റനെ ഡിസ്കാർഡ് ചെയ്യും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏത് സിഗ്നൽ ഏത് സിസ്റ്റത്തിൽ നിന്ന് വരികയാണെങ്കിലും അതെന്താ ചെയ്യുക? ബാക്കിയുള്ള പോർട്സിലേക്കൊക്കെ അത് റീട്രാൻസ്മിറ്റ് ചെയ്യാണ് ഹബ്ബ് ചെയ്യുക. അപ്പോൾ ഏത് സിസ്റ്റത്തിലേക്കാണോ നമ്മൾ സെൻഡ് ചെയ്തത് ആ സിസ്റ്റം മാത്രം അത് ആക്സെപ്റ്റ് ചെയ്യും. ബാക്കിയുള്ള സിസ്റ്റംസൊക്കെ എന്ത് ചെയ്യും? അത് ഡിസ്കാർഡ് ചെയ്യും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 നിന്ന് 4ലേക്കാണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ 1 നിന്ന് എന്ത് ചെയ്യും? സെൻഡ് ചെയ്ത സിഗ്നൽ ഈ ഹബ്ബ് റിസീവ് ചെയ്തിട്ട് ബാക്കിയുള്ള പോർട്ടിലേക്ക്, അതായത് 2, 3, 4, 5, 6 ഈ പോർട്ടിലേക്ക് അത് സെൻഡ് ചെയ്യും. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 പോർട്ടിലുള്ള സിസ്റ്റംസും അത് റിസീവ് ചെയ്യും. റിസീവ് ചെയ്തിട്ട് ഈ 4ാമത്തെ സിസ്റ്റം മാത്രമേ അത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. കാരണം അതിൻ്റെ ഒരു അഡ്രസ്സ് ഉണ്ടാവും അതിൽ. അപ്പോൾ ആ അഡ്രസ്സ് നോക്കിയിട്ട് അത് അതിൻ്റെ ഡാറ്റ ആണെങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള കമ്പ്യൂട്ടേഴ്സൊക്കെ എന്ത് ചെയ്യും? ഈ ഡാറ്റനെ ഡിസ്കാർഡ് ചെയ്യും. കാരണം അവർക്ക് ഉള്ള ഡാറ്റ അല്ല അത്. അപ്പോൾ അതെന്ത് ചെയ്യും? അവർ ഡിസ്കാർഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന കേബിളാണിത്. അതായത് പോർട്ടിലേക്ക്, അതായത് ഒരു എൻഡ് നമ്മൾ എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിലെ ഈ NIC കണക്ട് ചെയ്യും, മറ്റേ എൻഡ് ഈ ഒരു പോർട്ടിലേക്ക് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സ്വിച്ച്. A switch can be used to connect multiple PCs to the network. അപ്പോൾ സ്വിച്ചിൻ്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഹബ്ബ് എങ്ങനെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതേ രീതി തന്നെയാണ്, അല്ലെങ്കിൽ അതേ ഫങ്ഷൻ തന്നെയാണ് സ്വിച്ചും ചെയ്യുന്നത്. സ്വിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കമ്പ്യൂട്ടേഴ്സിനെ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അൺലൈക്ക് എ ഹബ് എന്താണ് വ്യത്യാസം ഉള്ളത്? സ്വിച്ച് ഫോർവേഡ്സ് എ മെസ്സേജ് ടു എ സ്പെസിഫിക് ഹോസ്റ്റ്. അതായത് സ്വിച്ചും ഹബ്ബും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഹബ്ബ് എന്താണ് ചെയ്യുന്നത്? ഒരു മെസ്സേജ് അതിന് കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ബാക്കിയുള്ള എല്ലാ പോർട്സിലേക്കും അത് സെൻഡ് ചെയ്യാണ് ചെയ്യുക. നേരെ മറിച്ച് സ്വിച്ച് അങ്ങനെയല്ല. സ്വിച്ച് നേരെ എന്താ ചെയ്യുക? ഒരു പർട്ടിക്കുലർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ കേസിൽ 1 നിന്ന് 4, 1ാമത്തെ സിസ്റ്റത്തിൽ നിന്ന് 4ാമത്തെ സിസ്റ്റത്തിലേക്കാണ് നമ്മൾ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ ആ ഡാറ്റ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് എന്താ ചെയ്യുക? അതിലുള്ള അഡ്രസ്സ് നോക്കിയിട്ട് ഏത് ഡിവൈസിനാണോ അത് സെൻഡ് ചെയ്തത് അയാൾക്ക് മാത്രം, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അത് ഫോർവേഡ് ചെയ്യുള്ളൂ.
കാരണം ബാക്കിയുള്ള സിസ്റ്റത്തിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. മറ്റേ ഹബ്ബിൽ എന്തായിരുന്നു, ബാക്കിയുള്ള എല്ലാ സിസ്റ്റത്തിലേക്കും ഫോർവേഡ് ചെയ്യും. ഹബ്ബ് എന്താണ് ചെയ്യുന്നത്, ആ സിസ്റ്റംസ്, ബാക്കിയുള്ള സിസ്റ്റംസ് അതിൻ്റെ മെസ്സേജ് എല്ലാന്ന് കണ്ട് അതൊക്കെ ഡിസ്കാർഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഡാറ്റ ട്രാഫിക്കിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അപ്പോൾ ആ ഒരു ആവശ്യത്തിനെ ഒഴിവാക്കുകയാണ്, ഈ അനാവശ്യമായിട്ട് ഡാറ്റ സെൻഡ് ചെയ്യുന്നതിന് ഒഴിവാക്കിയതാണ് ഈ സ്വിച്ച് ചെയ്ത കാര്യം. അപ്പോൾ ഹബ്ബും സ്വിച്ചും ഒരേ ഫങ്ഷൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്താണ്, സ്വിച്ച് ഫോർവേഡ് ചെയ്യുന്ന ആ സ്പെസിഫിക് സിസ്റ്റത്തിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ മെസ്സേജിനെ ഫോർവേഡ് ചെയ്യുള്ളൂ. സ്വിച്ചിനെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇൻ്റലിജൻറ്റ് ഹബ്ബ് എന്ന് പറയാം. അതായത് കുറച്ച് ഇൻ്റലിജൻസ് ഉള്ള ഡിവൈസാണ് ഈ സ്വിച്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളൊരു നെറ്റ്വർക്കിൽ കുറേ ഡിവൈസുകൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ഡിവൈസിനും ഒരു മാക് അഡ്രസ്സ് ഉണ്ടാവും, മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്സ്, മാക് അഡ്രസ്സ്. അപ്പോൾ ഈ മാക് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിവൈസിനും അത് യുണീക്കായിരിക്കും. ഒരു മാക് അഡ്രസ്സ് ഉള്ള ഒരു ഡിവൈസിന് വേറൊരു ഡിവൈസിന് അതേ സെയിം മാക് അഡ്രസ്സ് ഉണ്ടായിരിക്കില്ല, അത് യുണീക്കായിരിക്കും. ഇപ്പോൾ നിങ്ങളെ മൊബൈൽ ഫോണിൽ ഒരു IMEI നമ്പർ ഉണ്ട് അല്ലേ, മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ IMEI നമ്പർ അത് യുണീക്കാണ്, അത് ലോകത്തിൽ വേറൊരു ഡിവൈസിനും ആ നമ്പർ ഉണ്ടായിരിക്കില്ല. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ കേസ്. ഈ മാക് അഡ്രസ്സ് ഒരു ഡിവൈസിനുള്ള മാക് അഡ്രസ്സ് വേറൊരു ഡിവൈസിന് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ മാക് അഡ്രസ്സ് റീഡ് ചെയ്യാനുള്ള കഴിവ് സ്വിച്ചിനുണ്ട്. അപ്പോൾ സ്വിച്ച് അത് റീഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും അതിൽ. അപ്പോൾ ആ ലിസ്റ്റ് നോക്കിയിട്ട് ഏത് സിസ്റ്റത്തിലേക്കാണോ അത് ഫോർവേഡ് ചെയ്യേണ്ടത് ആ സ്പെസിഫിക് സിസ്റ്റത്തിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സ്വിച്ച് ആ മെസ്സേജ് ഫോർവേഡ് ചെയ്യുള്ളൂ. പിന്നെ ഈ ഒരു ഇമേജാണിത്. പിന്നെ ഈ ഡാറ്റ ഒക്കെ നമ്മൾ സെൻഡ് ചെയ്യുന്നതിന് ഒരു ഇതുണ്ട്. അതായത് ഇതിൻ്റെ പ്രോട്ടോകോൾ പറയുന്ന സമയത്ത് പറയും. അതായത് ഡാറ്റസൊക്കെ നമ്മൾ പാക്കറ്റ്സ് ആയിട്ടാണ് സെൻഡ് ചെയ്യാന്ന് പറയാം. പാക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറേ ഡാറ്റ സെൻഡ് ചെയ്യാണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഇങ്ങനെ ചറപറ സെൻഡ് ചെയ്യല്ല ചെയ്യുക, ഓരോ പാക്കറ്റ്സ് ആയിട്ട്. പാക്കറ്റ്സ് എന്ന് മീൻസ് കുറേ ബ്ലോക്ക് ഓഫ് ഡാറ്റ ആക്കി മാറ്റുക. മൊത്തം ഈ ഡാറ്റനെ, അതായത് ഡിജിറ്റൽ ഡാറ്റ ആയിരിക്കുമല്ലോ അല്ലേ, വൺസും സീറോസിൻ്റെ ഓരോ ഒരു സ്ട്രീമായിരിക്കും. ആ സ്ട്രീമിനെ എന്താ ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുക. അതായത് ഓരോ ബ്ലോക്ക് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പാക്കറ്റ് എന്ന് പറയാം, പാക്കറ്റ്സ് എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ഈ പാക്കറ്റ്സ് ആക്കിയിട്ട് സെൻഡ് ചെയ്യുക. അപ്പോൾ ഈ പാക്കറ്റിൻ്റെ മേലെ ഒരു അഡ്രസ്സ് എഴുതും, അഡ്രസ്സ് എഴുതിയിട്ട് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഓരോ സിസ്റ്റത്തിലേക്കുള്ള പാക്കറ്റ്സ് ഈ മീഡിയയിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അഡ്രസ്സ് നോക്കിയിട്ട് ഏത് സിസ്റ്റത്തിലേക്കാണോ അത് സ്പെസിഫൈ ചെയ്തത് ആ പർട്ടിക്കുലർ സിസ്റ്റത്തിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ഫോർവേഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഓരോ ഡിവൈസും അതിൻ്റെ ഓരോ പർട്ടിക്കുലർ എന്താ പറയുക, ഇപ്പോൾ സ്വിച്ചിൻ്റെ കാര്യം പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഇൻ്റലിജൻസ് ഉണ്ട്, അതിന് അനുസരിച്ചാണ് അത് ഫോർവേഡ് ചെയ്യുന്നത്. ഹബ്ബിന് കിട്ടിക്കഴിഞ്ഞാൽ ഹബ്ബ് എന്താ ചെയ്യുന്നത്, ഹബ്ബ് ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒരു പാക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള എല്ലാ സിസ്റ്റത്തിലേക്കും അത് പാസ് ചെയ്യുക ചെയ്യുന്നത്. സെയിം പാക്കറ്റ്സിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കിയിട്ട് സെൻഡ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷേ സ്വിച്ച് അങ്ങനെയല്ല, ഒരു പാക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ആർക്കാണോ ഉദ്ദേശിച്ചത് ആ സിസ്റ്റത്തിലേക്ക് മാത്രമേ അത് ഫോർവേഡ് ചെയ്യൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇമേജ്, സ്റ്റാൻഡേർഡ് ഹബ്ബും സ്വിച്ചും തമ്മിലുള്ള. അപ്പോൾ ഹബ്ബിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അപ്പോൾ എന്ന് ബിയിലേക്കാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹബ്ബ് അത് റിസീവ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ബിയും സിയും ഡിയിലേക്കും സെൻഡ് ചെയ്യും. എന്നിട്ട് ആ ബി മാത്രം ആ മെസ്സേജ് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. സിയും ഡി എന്ത് ചെയ്യും, അത് റിസീവ് ചെയ്യും, പക്ഷെ എന്ത് ചെയ്യും, ഡിസ്കാർഡ് ചെയ്യാണ് ചെയ്യുക. നേരെ മറിച്ച് സ്വിച്ചിൽ നോക്കിക്കോളും. സ്വിച്ചിലാണെങ്കിൽ എന്ന് ബിയിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് റിസീവ് ചെയ്തിട്ട് ആ ബിയിലേക്ക് മാത്രം സെൻഡ് ചെയ്യും, ബാക്കിയുള്ള രണ്ടിലേക്ക് സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ സ്വിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, കുറച്ചും കൂടി സ്പീഡിൽ കാര്യങ്ങൾ നടക്കും അല്ലേ. അപ്പോൾ സ്വിച്ചിന് അതുകൊണ്ടാണ് ഇൻ്റലിജൻറ്റ് ഹബ്ബ് എന്ന് പറയാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് റൂട്ടർ. ഇതിന് രണ്ട് രീതിയിലും പ്രൊനൗൺസ് ചെയ്യുന്നത് കേൾക്കുന്നുണ്ട്. റൂട്ടർ എന്ന് പറയും, റൗട്ടർ എന്നും പറയും. ഇപ്പോൾ റൂട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണിത്. അത് നമ്മളിപ്പോൾ റൂട്ട് പറയില്ലേ, ഇപ്പോൾ റൂട്ട് ചെയ്യുന്ന ആൾ റൂട്ടർ എന്ന് പറയും. പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് റൗട്ടർ എന്നും പറയാറുണ്ട്. A router is a switching device for networks which is able to route network packets based on their address to
അതർ നെറ്റ്വർക്ക്സ് ഓർ ഡിവൈസസ്. അപ്പോൾ ഹബ്ബും സ്വിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി റൗട്ടറും അതേപോലുള്ള ഒരു ഡിവൈസാണ്, നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. പക്ഷേ ഇതിന് കുറച്ചും കൂടി, അതായത് സ്വിച്ചിനേക്കാളും അല്ലെങ്കിൽ ഹബിനേക്കാളും ഒക്കെ കുറച്ചും കൂടി ഒരു കഴിവുള്ളൊരു ഡിവൈസാണ്. അതായത് ഇപ്പോൾ നമ്മൾ റൂട്ട് ചെയ്ത നെറ്റ്വർക്ക് പാക്കറ്റ്സ് ഈ സ്വിച്ചിലും ഹബിലാണെങ്കിൽ എന്താ ചെയ്യുന്നത്, അവർ ആ നെറ്റ്വർക്കിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലേ. അതല്ലാതെ പുറമേക്കുള്ള സംഭവമില്ല, ഒരു നെറ്റ്വർക്കിൽ നിന്ന് പുറത്ത് കടന്നിട്ടുള്ള ഒരു സംഭവം ഈ ഹബ്ബും സ്വിച്ചും ചെയ്യുന്നില്ല. പക്ഷെ റൂട്ടർ അങ്ങനെയല്ല. റൂട്ടർ എന്താ ചെയ്യുന്നത്, ഏബിൾ ടു റൂട്ട് നെറ്റ്വർക്ക് പാക്കറ്റ്സ് ബേസ്ഡ് ഓൺ ദിയർ അഡ്രസ് നോക്കിയിട്ട് എങ്ങോട്ട്, ടു അതർ നെറ്റ്വർക്ക്സ് ഓർ ഡിവൈസസ്, മറ്റുള്ള നെറ്റ്വർക്കിലേക്ക് റൂട്ട് അല്ലെങ്കിൽ സെൻഡ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്, റൗട്ടറിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചും കൂടി ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഡിവൈസാണ്. ഏകദേശം മൂന്നും ഫങ്ഷൻ ഏകദേശം സെയിം ആണെങ്കിലും ഇതുപോലുള്ള ചെറിയ ഡിഫറൻസുകളുണ്ട്. അപ്പോൾ ഒരു നമുക്കൊരു ചെറിയ ലാൻ ഉണ്ടെങ്കിൽ നമ്മളത് ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണ്ടി വരും, റൗട്ടർ എന്ന് പറയുന്ന ഡിവൈസ് വേണ്ടി വരും. അതായത് നമ്മൾ വേറെ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ റൗട്ടർ യൂസ് ചെയ്യേണ്ടി വരും. ഒരു റൗട്ടറിൻ്റെ ഒരു ഇമേജാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ മറ്റേ ഹബിലെ പോലെ തന്നെ കുറേ പോർട്സ് കാണാം, 3-4 പോർട്സ് ഉണ്ട്. പിന്നെ അത് കൂടാതെ അതിനെ നമ്മൾ ലാൻ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ഒരു ഗ്രീൻ കളറിൽ കാണുന്ന വാൻ. ഇപ്പോൾ വാൻ എന്തായിരിക്കും, നമ്മൾ പുറമേക്ക് കണക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇൻ്റർനെറ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഏഷ്യാനെറ്റിൽ അല്ലെങ്കിൽ BSNL നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ കേബിളിൽ നിന്നോ അല്ലെങ്കിൽ ടെലിഫോൺ ലൈനിലൂടെ ആയിരിക്കും സിഗ്നൽസ് വരിക. അതിന് നമ്മളൊരു മോഡം വെച്ചിട്ട് എന്ത് ചെയ്യും, മോഡുലേറ്റ് ചെയ്യും അല്ലേ. അത് കഴിഞ്ഞ് അവിടുന്ന് മോഡത്തിൽ നിന്ന് വരുന്ന കേബിളാണ് നമ്മൾ ഈ ഗ്രീൻ കളർ കാണുന്ന ഈ പോർട്ടിലേക്ക് കുത്തുന്നത്. എന്നിട്ട് നമ്മളെ പിന്നെ അവിടെയുള്ള ലാൻസ് ആണ് നമ്മൾ ഈ റൗട്ടറിലേക്ക് ഇവിടെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 4 പോർട്ടുണ്ട്. അപ്പോൾ 4 ലാൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ കോളേജിലുള്ള ഓഫീസിലുള്ള ഒരു ചെറിയ നെറ്റ്വർക്ക് ഉണ്ട് അല്ലേ, ചെറിയ ലാൻ ഉണ്ട്. അത് വേണമെങ്കിൽ ഒരു പോർട്ടിലേക്ക് കണക്ട് ചെയ്യാം, ഈ ഗ്രീൻ കളർ കാണുന്ന ഒരു പോർട്ടിലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സോഫ്റ്റ്വെയർ ലാബ് 1ലുള്ള ഒരു കണക്ഷൻ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ 2ാമത്തെ പോർട്ടിൽ കൊടുക്കാം. ഇനി പ്രിൻസിപ്പൾ റൂമിലുള്ള ഒരു നെറ്റ്വർക്ക് അതിൻ്റെ ഒരു കേബിൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, 3ാമത്തേൽ കൊടുക്കുക. അങ്ങനെ മാക്സിമം 4 അല്ല. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം മാക്സിമം 4 അല്ല. കാരണം നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ 4 കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോർട്ടില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഓട്ടോകാഡ് ലാബ് ഉണ്ട് നമ്മളവിടെ അല്ലേ. അപ്പോൾ ഈ ഓട്ടോകാഡ് ലാബിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ സ്വിച്ചിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ ലാബിലെ സ്വിച്ചിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുക. എന്നിട്ട് ആ സോഫ്റ്റ്വെയർ ലാബിലെ സ്വിച്ചിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് ഈ പറയുന്ന റൗട്ടറിലേക്ക് കൊടുത്താൽ മതി. അപ്പോൾ എന്തായി, ഈ ഒരു കണക്ഷനിൽ തന്നെ 2ലേക്കും കണക്ഷൻ കിട്ടി. ഈ രീതിയിൽ നമുക്ക് മൾട്ടിപ്പിൾ ലാൻസിനെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. റൗട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റ് നെറ്റ്വർക്ക്സ്, അതർ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ ഡിവൈസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, റൗട്ടർ യൂസ് ചെയ്തിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ കാണുന്ന രണ്ട് സൈഡിൽ കാണുന്ന ഒരു ആൻറ്റിന ഉണ്ട് അല്ലേ, കണ്ടില്ലേ. ഈ ആൻറ്റിന എന്ന് പറഞ്ഞാൽ വയർലെസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി. അത് പുതിയ റൗട്ടേഴ്സൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റൗട്ടേഴ്സൊക്കെ വയർലെസ് റൗട്ടേഴ്സാണ്. അപ്പോൾ ഇതേപോലെ തന്നെ കേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കണക്ഷൻ എടുക്കാം. അത് കൂടാതെ വയർലെസ് ആയിട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ മൊബൈലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാറുണ്ട്, പിന്നെ കോളേജിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാം അല്ലേ. എങ്ങനെ വൈഫൈ എടുത്തിട്ട് സെർച്ച് ചെയ്യുമ്പോൾ അതിൽ കാണിക്കും അല്ലേ, ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള വൈഫൈ കാണിക്കും. അപ്പോൾ കാണിക്കുന്ന അതിലേക്ക് എന്ത് ചെയ്യും, കണക്റ്റ് കൊടുക്കും. പാസ്വേഡ് ഇല്ലെങ്കിൽ ഡയറക്റ്റ് കയറാൻ പറ്റും, പാസ്വേഡ് ഉണ്ടെങ്കിൽ ആ പാസ്വേഡ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അതാണ് വയർലെസ് ആയിട്ട് ഇതിലേക്ക് കണക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ പാലം അല്ലേ.
Okay, the bridge is a networking device which is used to divide LAN into multiple segments. അപ്പോൾ ഈ ബ്രിഡ്ജ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഒരു ലാനിനെ നമുക്ക് കുറേ കഷ്ണങ്ങളായിട്ട് മാറ്റാം, സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പനിയിൽ നമ്മൾ ഒരു ലാനാണുള്ളത്. ആ ലാനിൽ പക്ഷേ മൾട്ടിപ്പിൾ സിസ്റ്റംസ്, കുറേ സിസ്റ്റംസ് ഉണ്ട്. ഒരു 10-50 സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു 50 സിസ്റ്റം ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു ലാനിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ 48 പോർട്ട് സ്വിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 48 പോർട്ട് സ്വിച്ചിലേക്ക്, ഒരൊറ്റ സ്വിച്ചിലേക്ക് നമുക്ക് ഈ 48 സിസ്റ്റത്തിനെയും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കംപ്ലീറ്റ് ട്രാഫിക്, അതായത് പിന്നെ ഈ സിസ്റ്റംസ് തമ്മിലുള്ള ഒരു ട്രാഫിക് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരേ സിസ്റ്റത്തിലൂടെ തന്നെ, അല്ലെങ്കിൽ ഇപ്പം പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് തന്നെ എല്ലാ കണക്ഷനും പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഒരു കൺജഷൻ വരും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു കൺജഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അത് ഒഴിവാക്കാൻ മീൻസ് എങ്ങനെ, ഈ ലാനിനെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ലാൻഡ്സ് ആക്കി മാറ്റുക, ഡിവൈഡ് ചെയ്യാം, കഷ്ണമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പം ഡാറ്റാസൊക്കെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ എളുപ്പമാണ് അല്ലേ. അപ്പോൾ ഇതും എന്താ പറയുക, സിമിലർ ടു ഹബ് ആൻഡ് റിപ്പീറ്റേഴ്സ് ബ്രിഡ്ജസ് ബ്രോഡ്കാസ്റ്റ് ഡാറ്റ ടു ഈച്ച് നോഡ്. അപ്പോൾ ഈ ഹബിൻ്റെ അല്ലെങ്കിൽ റിപ്പീറ്റർ പോലൊക്കെ തന്നെയാണ് ഈ ബ്രിഡ്ജിൻ്റെയും ഫങ്ഷൻ. ബ്രിഡ്ജ് എന്താ ജസ്റ്റ് ചെയ്യുന്നത്, ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് ഡാറ്റ ഓരോ നോഡിലേക്കും, അതിലേക്ക് വരുന്ന ഡാറ്റാസ് നേരെ അത് റീട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഇമേജ് നോക്കാം. ഈ ഇമേജ് കണ്ടാൽ അറിയാം, ഈ ഒരു ലാൻ്റെ 2 സെക്ഷൻ, ലെഫ്റ്റ് സൈഡിലും വേറെ റൈറ്റ് സൈഡിലും വേറെ ഉണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മളൊരു ബ്രിഡ്ജ്, ഈ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലാനിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഇപ്പോൾ ഫസ്റ്റ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള 3 സിസ്റ്റം ഉണ്ട്, റൈറ്റ് സൈഡിലുള്ള 3 സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഒന്നാമത്തെ സിസ്റ്റത്തിൽ നിന്ന് രണ്ടാമത്തെ സിസ്റ്റത്തിലേക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണ്ട, ഇത് ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ബ്രിഡ്ജിൻ്റെ ഇപ്പുറം തന്നെയാണ് ആ ഒരു സിസ്റ്റം ഉള്ളത്. അപ്പോൾ നേരെ ബ്രിഡ്ജിലേക്ക് ഈ ഡാറ്റ, പിന്നെ ഒന്നാമത്തെ സിസ്റ്റത്തിൽ നിന്ന് സെൻഡ് ചെയ്ത ഡാറ്റ അത് നേരെ ബ്രിഡ്ജിലേക്ക് പോകും. ബ്രിഡ്ജ് ചെക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ സിസ്റ്റം എവിടെയാണെന്ന് നോക്കും. അത് ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യണ്ട, ബ്രിഡ്ജ് കടന്നു പോകേണ്ട ആവശ്യമില്ല. അതെന്ത് ചെയ്യും, നേരെ ഇങ്ങോട്ട്, അതായത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ 3 സിസ്റ്റത്തിലേക്ക് തന്നെ, ബാക്കിയുള്ള 2 സിസ്റ്റത്തിലേക്ക് ആ പാക്കറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇനി ഒന്നാമത്തെ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ 1, 2, 3, 4ാമത്തെ സിസ്റ്റത്തിലേക്കാണ്, അതായത് റൈറ്റ് സൈഡിലുള്ള സിസ്റ്റത്തിലേക്കാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, അത് നേരെ ബ്രിഡ്ജിൽ വരും. ബ്രിഡ്ജിൽ വന്നാൽ ബ്രിഡ്ജിൻ്റെ കയ്യിൽ ഒരു ടേബിൾ ഉണ്ടായിരിക്കും, ഓരോ സിസ്റ്റംസും ഏത് സെക്ഷനിലാണെന്നുള്ള ടേബിൾ ഉണ്ടാവും. ആ ടേബിൾ നോക്കിയിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ റൈറ്റ് സൈഡിലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, നേരെ റൈറ്റ് സൈഡിലുള്ള 3 സിസ്റ്റത്തിലേക്കും ആ ഡാറ്റനെ റീട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് ഒരു ബ്രിഡ്ജിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഇത് ഹബിൻ്റെയും റിപ്പീറ്റേഴ്സിനെയും പോലെയാണ്. ബ്രിഡ്ജസ് എന്താ ചെയ്യുന്നത്, ഇറ്റ് ബ്രോഡ്കാസ്റ്റ് ഡാറ്റ ടു ഈച്ച് നോഡ്, ഓരോ നോഡിലേക്കും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുന്നത്, അത് ഡിവൈഡ് ചെയ്തിട്ട് ഏത് സെക്ഷനിലാണ് നോക്കിയിട്ട് ആ സെക്ഷനിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് ആക്സസ് പോയിന്റ് നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ മൊബൈലും ഇങ്ങനെയുള്ള ഡിവൈസുകളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ആക്സസ് പോയിന്റ് കേട്ടിട്ടുണ്ടാവും, വയർലെസ് ആക്സസ് പോയിന്റ്. An access point is a device that creates a wireless local area network or WLAN എന്ന് പറയുന്നത്, യൂഷ്വലി ഇൻ എ ഓഫീസ് ഓർ ലാർജ് ബിൽഡിംഗ്. അപ്പോൾ ഈ ആക്സസ് പോയിന്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആക്സസ് പോയിന്റ് എന്ന് പറയുന്ന ഈ ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മുടെ കോളേജിൽ തന്നെ ഇപ്പോൾ ഒരു കണക്ഷൻ, നെറ്റ് കണക്ഷൻ വരുന്നത്, BSNL നെറ്റ് കണക്ഷൻ വരുന്നുണ്ട്. അത് കേബിൾ വഴി വന്ന് അവിടെയുള്ള റൗട്ടർ കടന്ന് ഇവിടെ സ്വിച്ചിൽ ഓരോ സ്വിച്ചിലേക്കും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ലാബ് 1, ലാബ് 2, സോഫ്റ്റ്വെയർ ലാബ് 1, 2 അതിലേക്കൊക്കെ അവിടെയൊക്കെ സ്വിച്ചുകളുണ്ട്. അവിടേക്കൊക്കെ നമുക്ക് കണക്ഷൻ കിട്ടും. ഇനി ഇപ്പോൾ സോഫ്റ്റ്വെയർ ലാബ് 1 ഇപ്പോൾ
നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, അപ്പോൾ അവിടെ കുറേ പേര് വന്നിരുന്ന് അപ്പോൾ അവർക്കൊക്കെ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വയർലെസ് ആയിട്ട് എന്ത് ചെയ്യണം, ആക്സസ് ചെയ്യണം, ഈ നെറ്റിനെ ആക്സസ് ചെയ്യണം. പക്ഷേ നമ്മളവിടെ വയേർഡ് കണക്ഷനേ ഉള്ളൂ. അപ്പോൾ കാരണം ഓരോ സിസ്റ്റത്തിലേക്ക് നമ്മൾ വയേർഡ് കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടും ചെയ്യാം. നമുക്കിപ്പോൾ ആ ഒരു കേസിൽ ഇപ്പോൾ ടെമ്പററി ആയിട്ട് നമുക്ക് അത്രയും പേർക്ക് നമുക്ക് എന്ത് ചെയ്യണം, നെറ്റ് ആക്സസ് കൊടുക്കണം. അപ്പോൾ അവിടെ നമുക്ക് ഇതുപോലുള്ളൊരു വയർലെസ് ലാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്സസ് പോയിൻറ്റ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു വയേർഡ് നെറ്റ്വർക്കിലേക്ക് ആണ് ഈ ആക്സസ് പോയിൻറ്റ് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും, സിഗ്നൽസ് വയർലെസ് ആയിട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അപ്പോൾ വയേർഡ് ഈതർനെറ്റ് നെറ്റ്വർക്ക് ഉണ്ട് അവിടെ. ആ നെറ്റ്വർക്കിലേക്കാണ് ഈ ആക്സസ് പോയിൻ്റ് എന്ന് പറഞ്ഞ ഡിവൈസ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ആക്സസ് പോയിൻറ്റിലേക്ക് ബാക്കിയുള്ള വയർലെസ് ഡിവൈസസൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് മൊബൈലോ ലാപ്ടോപ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, വയർലെസ് ആയിട്ട് ആ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്താ ചെയ്യുന്നത്, ആക്സസ് പോയിൻ്റ് ഒരു വയേർഡ് നെറ്റ്വർക്കിൽ നിന്ന് ഈ ഡിവൈസ് വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയ വയർലെസ് ലാൻ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി വേറെ ഒരു ഡിവൈസിലെ ഗേറ്റ് വേ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ഗേറ്റ് വേ കണക്ട്സ് ടു നെറ്റ്വർക്ക്സ് വിത്ത് ഡിഫറെൻറ്റ് ട്രാൻസ്മിഷൻ പ്രോട്ടോകോൾസ് ടുഗദർ. അപ്പോൾ ഗേറ്റ് വേൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ രണ്ട് നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാണ്. പക്ഷേ നമുക്കറിയാം റൗട്ടറിൻ്റെ ഫങ്ഷനും അത് തന്നെയാണ് അല്ലേ, രണ്ട് നെറ്റ്വർക്കിൽ തമ്മിൽ കണക്ട് ചെയ്യാണ്. പിന്നെ അതുപോലെ തന്നെ ബ്രിഡ്ജും വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ, ബ്രിഡ്ജും അതുപോലെ തന്നെ രണ്ട് നെറ്റ്വർക്കിലെ കണക്ട് ചെയ്യാനാണ്. പക്ഷെ ഗേറ്റ് വേ, അപ്പോൾ ഈ ബ്രിഡ്ജ് അതേപോലെ തന്നെ ഗേറ്റ് വേ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ റൗട്ടറും അതുപോലെ ഗേറ്റ് വേ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗേറ്റ് വേൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണക്ട്സ് ടു നെറ്റ്വർക്ക്സ് വിത്ത് ഡിഫറെൻറ്റ് ട്രാൻസ്മിഷൻ പ്രോട്ടോകോൾസ് ടുഗദർ. അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് ഇപ്പോൾ രണ്ട് നെറ്റ്വർക്ക് തമ്മിൽ റൗട്ടറിന് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് രണ്ട് നെറ്റ്വർക്കിലും സെയിം പ്രോട്ടോകോൾസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് കണക്ട് ചെയ്യാം. നേരെ മറിച്ച് ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ റൗട്ടർ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസിൽ വർക്ക് ചെയ്യുന്ന രണ്ട് നെറ്റ്വർക്ക്സ് തമ്മിൽ കണക്ട് ചെയ്യാം. അതാണ് ഗേറ്റ് വേൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, എന്താണ് ഈ പ്രോട്ടോകോൾ, അത് പറയാം. അപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് എന്ന് പറയും, നോക്കാം. എന്താണ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾ? അപ്പോൾ ഒരു പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിംപ്ലി പറയുകയാണെങ്കിൽ എ പ്രോട്ടോകോൾ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ്. ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു നെറ്റ്വർക്ക് കണക്ട് ചെയ്യുക അല്ലേ, പല ടൈപ്പിൽ കണക്ട് ചെയ്യുക, പിന്നെ ലേഔട്ട് പറഞ്ഞു അല്ലേ, പിന്നെ അതിൻ്റെ ടോപ്പോളജി പറഞ്ഞു, ഡിവൈസുകൾ പറഞ്ഞു, പല ടൈപ്പ് ഡിവൈസുകൾ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം തമ്മിൽ സിംപ്ലി വെറുതെ അങ്ങോട്ട് കണക്ട് ചെയ്താൽ കാര്യങ്ങൾ നടക്കുമോ? ഇല്ല അല്ലേ. അപ്പോൾ അതിന് ഒരു സെറ്റ് ഓഫ് റൂൾസ് വേണം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ട്രാഫിക്, ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ റോഡിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ കോളേജിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ബസ്സിലോ സ്കൂട്ടറിലോ ഒക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം, വരുന്ന സമയത്ത് നേരെ നമുക്ക് തോന്നിയ രീതിയിൽ അങ്ങോട്ട് വരാൻ പറ്റുമോ? ഇല്ല. റോഡിൻ്റെ ചില റൂൾസ് ഉണ്ട് അല്ലേ. അതായത് ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ റൈറ്റ് സൈഡിലൂടെ പോവുള്ളൂ എന്ന് വിചാരിച്ചാൽ എന്ത് സംഭവിക്കും? അവിടെ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു റൂൾസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ ട്രാഫിക് സിഗ്നൽ ഉണ്ടെങ്കിൽ ആ സിഗ്നലിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തിട്ട് ആ സിഗ്നലിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് തിരിഞ്ഞു പോകണം അല്ലേ. അപ്പോൾ അതൊരു സെറ്റ് ഓഫ് റൂൾസാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നെറ്റ്വർക്ക്
ചെയ്ത് കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്കിൽ അതേപോലെ തന്നെ ഡാറ്റൻ്റെ ട്രാഫിക്കാണ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ പാക്കറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യുക. അപ്പോൾ ഈ ഡാറ്റ പല വഴിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഡാറ്റ ഒരു തോന്നിയ പോലെ പോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോഡിൻ്റെ കേസിൽ വാഹനങ്ങൾ പല വഴിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? കൊളൂഷനും ആക്സിഡൻറ്റും ഒക്കെ സംഭവിക്കും. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ കേസിലും. അപ്പോൾ ഈ നെറ്റ്വർക്കിന് ചില പ്രോട്ടോകോൾസ് വേണം. അതായത് ഈ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനൊക്കെ ഒരു പ്രോട്ടോകോൾസ് വേണം. അതിനാണ് നമ്മൾ, അല്ലെങ്കിൽ റൂൾസ് വേണം. അതിനാണ് നമ്മൾ ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. എ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ഫോളോഡ് ബൈ ദി നെറ്റ്വർക്ക്. അപ്പോൾ ആ നെറ്റ്വർക്കിൽ ഏതാണ് പ്രോട്ടോകോൾ നമ്മളവിടെ യൂസ് ചെയ്യുന്നത്, ആ പ്രോട്ടോകോളിനനുസരിച്ച് ആ റൂൾസ് ഫോളോ ചെയ്തിട്ട് വേണം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ. നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് ആർ ഫോർമൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് പോളിസീസ് മെയ്ഡ് അപ്പ് ഓഫ് റൂൾസ്, procedures and formats that defines communication between two or more devices over a network. അപ്പോൾ ആ നെറ്റ്വർക്കിൽ പിന്നെ ഡാറ്റ ട്രാഫിക്കിന് വേണ്ടിയിട്ട്, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പിന്നെ റൂൾസും അതേപോലെ പോളിസീസൊക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡേർഡിന് അനുസരിച്ച്, അതായത് പല ടൈപ്പ് പ്രോട്ടോകോൾസ് ഉണ്ട്. അപ്പോൾ ഓരോ പ്രോട്ടോകോളിലും ഓരോ രീതിയായിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലൂടെ ഓടിക്കണം അല്ലേ, റൈറ്റ് സൈഡിലൂടെ ഓടിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് വേറെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസോ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ എന്തായിരിക്കും, റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയിരിക്കും അല്ലേ. നമ്മളത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്, അതുപോലെ തന്നെ അവിടെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയിരിക്കും. അപ്പോൾ അവിടുത്തെ റൂൾ എന്താണോ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാഹനം ഓടിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഓരോ പ്രോട്ടോക്കോളിനും ഓരോ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അത് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഇതിൽ ഡാറ്റ ട്രാഫിക് നടക്കുക. അപ്പോൾ ഈ പല ടൈപ്പ് പ്രോട്ടോകോൾസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുക. ഇപ്പോൾ നിങ്ങൾ നെറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ ടൈപ്പ് ചെയ്യും അല്ലേ. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പിന്നെ ഗൂഗിൾ എടുക്കാൻ www.google.com എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും HTTP അല്ലെങ്കിൽ HTTPS എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അബ്രിവിയേറ്റഡ് ആയിട്ടുള്ളൊരു പിന്നെ സ്പെല്ലിങ് കുറേ അക്ഷരങ്ങൾ കാണാൻ പറ്റും. എന്താണത്? HTTP. അതാണ് അതിൻ്റെ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോൾ, അതായത് വെബ് നോക്കുന്ന സമയത്ത് അവിടെ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ് ഈ HTTP എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലുള്ള കുറേ പ്രോട്ടോകോൾസ് ഉണ്ട് ഈ ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ടൈപ്സ് നോക്കാം. മോഡേൺ പ്രോട്ടോകോൾസ് ഫോർ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ജനറലി യൂസ് പാക്കറ്റ് സ്വിച്ചിങ് ടെക്നിക്സ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പാക്കറ്റ് സ്വിച്ചിങ് ടെക്നിക്സ് ആണ് ഈ പുതിയ പ്രോട്ടോകോൾസൊക്കെ, ഇപ്പോൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസൊക്കെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മൊത്തം ഡാറ്റനെ സെൻഡ് ചെയ്യാനുള്ള ഡാറ്റനെ കുറേ പാക്കറ്റ്സ് ആയിട്ട് സെൻഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഓരോ പാക്കറ്റിൻ്റെ മേലെയും ആ പാക്കറ്റിന് അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ കമ്പ്യൂട്ടറിൽ www.gmail.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ജിമെയിലിൻ്റെ സെർവറിൽ ആക്സസ് ചെയ്യണം അല്ലേ. ആ ജിമെയിലിൻ്റെ സെർവറിലേക്ക് നിങ്ങളൊരു റിക്വസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ക്ലയൻറ്റ് സെർവർ മോഡലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഈ നെറ്റ്വർക്കിൽ. അതായത് നിങ്ങൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് ചെയ്യും സെർവറിലേക്ക്, സെർവർ എന്ത് ചെയ്യും, നേരെ തിരിച്ച് റിപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ നിങ്ങളെ കമ്പ്യൂട്ടറിനാണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ സെർവർ ഇരിക്കുന്ന അല്ല ജിമെയിലിൻ്റെ അതിനാണ് നമ്മൾ സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ സർവീസ് ചെയ്യുന്ന ആ കമ്പ്യൂട്ടറിനെ നമ്മൾ സെർവർ എന്ന് പറയും. യൂസ് ചെയ്യുന്ന യൂസർ എൻഡിലുള്ള കമ്പ്യൂട്ടറിനെ ക്ലയൻ്റ് എന്നും ആണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിപ്പോൾ പറഞ്ഞ പോലെ തന്നെ പാക്കറ്റ് സ്വിച്ചിങ് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡാറ്റനെ അതായത് ഇപ്പോൾ സെൻഡ് ചെയ്യാൻ അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ ഡാറ്റ സെൻഡ് ചെയ്യാനുള്ളത് നമ്മളെ കമ്പ്യൂട്ടറിൽ നിന്ന് ഇപ്പോൾ ജിമെയിലിൻ്റെ സെർവറിലേക്കാണ്. അപ്പോൾ അവിടെയൊക്കെ ഉള്ള ഡാറ്റാസൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും,
ഓരോ പിന്നെ ഡിവൈഡ് ചെയ്ത് ഓരോ ബ്ലോക്ക് ഓഫ് ബിറ്റ്സ് അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് ഡാറ്റ, ഡിജിറ്റൽ ഡാറ്റ ബ്ലോക്ക് ആക്കിയിട്ട് ഓരോ ബ്ലോക്ക് ഓരോ പാക്കറ്റാക്കി മാറ്റും. എന്നിട്ട് ഈ പാക്കറ്റിന് മേലെ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഏത് കമ്പ്യൂട്ടറിലേക്കാണോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ആ കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ് എന്ന് പറയും. ഈ IP അഡ്രസ്സ് അതിൽ മാർക്ക് ചെയ്യും, എന്നിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പോകുന്ന വഴിക്ക് കുറേ സ്വിച്ചുകളും അതുപോലെ തന്നെ ബാക്കി റൗട്ടേഴ്സും ഒക്കെ കടന്നിട്ട് വേണം ഈ ഒരു പാക്കറ്റിന് ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അടുത്ത സെമ്മിൽ നിങ്ങൾക്ക് തിയറിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയില്ല, ജസ്റ്റ് ടൈം കുറേ എടുക്കും അതിപ്പം പറയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ പാക്കറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് ആ ഡെസ്റ്റിനേഷനിൽ എത്തുകയാണ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഇങ്ങനെ വിചാരിച്ചാൽ മതി. അതായത് ഇപ്പോൾ നിങ്ങൾ പിന്നെ ഇപ്പം ഫ്ലിപ്കാർട്ട്, ആമസോണൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അതിൽ നിങ്ങൾ എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക, പാക്ക് ചെയ്യും അല്ലേ? അതിനൊരു ബോക്സിലൊക്കെ ആക്കിയിട്ട് ആ ബോക്സിൻ്റെ മേലെ അഡ്രസ്സ് ഉണ്ടാവും, നിങ്ങളെ അഡ്രസ്സ് ഉണ്ടാവും അല്ലേ? അതായത് എവിടേക്കാണോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ആ അഡ്രസ്സ് ഉണ്ടാവും, നിങ്ങളെ പിന്നെ റിസീവ് ചെയ്യുന്ന ആളെ അഡ്രസ്സ് ഉണ്ടായിരിക്കും. അവരവിടുന്ന് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അഡ്രസ്സ് നോക്കിയിട്ടാണ് പിന്നെ കൊണ്ടുവരുന്ന ആൾ അല്ലേ? കൊണ്ടുവരുന്ന ആൾ ആ അഡ്രസ്സ് നോക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ പല വഴിക്ക് പല സ്ഥലത്ത് കൂടെ അത് വന്ന് ലാസ്റ്റ് ഡെലിവറി ബോയ് നമ്മളെടുത്ത് കൊണ്ടുതരും അല്ലേ? ഏത് കൊറിയറാണെന്ന് വെച്ചാൽ ആ കൊറിയറിൻ്റെ ആൾ വന്നിട്ട് നമ്മളെ എടുത്ത് കൊണ്ടുതരാണ് ചെയ്യുന്നത്. ഇതേ ഒരു സിസ്റ്റമാണ് ഇതിലും യൂസ് ചെയ്യുന്നത്. കുറേ പാക്കറ്റ്സ് ആക്കിയിട്ട് ഈ പാക്കറ്റ് അങ്ങോട്ട് ട്രാവൽ ചെയ്യുകയാണ് ചെയ്യുക. പല റോഡുകളുണ്ട്, അതേപോലെ തന്നെ പല വഴിക്ക് ഇത് പോവും. എന്നിട്ട് ലാസ്റ്റ് അത് ഡെസ്റ്റിനേഷനിൽ എത്തുകയാണ് ചെയ്യുക. അപ്പോൾ ഈ പാക്കറ്റ് സ്വിച്ചിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അതാണ്, ഡാറ്റനെ പാക്കറ്റ്സ് ആയിട്ട് സെൻഡ് ചെയ്യാം. ടു സെൻഡ് ആൻഡ് റിസീവ് മെസ്സേജസ് ഇൻ ദ ഫോം ഓഫ് പാക്കറ്റ്സ് വിച്ച് ആർ മെസ്സേജസ് സബ്ഡിവൈഡഡ് ഇൻ ടു പീസസ് ദാറ്റ് ആർ കളക്റ്റഡ് ആൻഡ് റീഅസംബിൾ അറ്റ് ദി ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഈ പാക്കറ്റ്സ് ഒക്കെ സെൻഡ് ചെയ്യും, എന്നിട്ട് ഡെസ്റ്റിനേഷനിൽ എവിടേക്കാണോ നമ്മൾ സെൻഡ് ചെയ്തിരിക്കുന്നത് ആ സെൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഈ പാക്കറ്റ്സ് ഒക്കെ കിട്ടും. പാക്കറ്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, റീഅസംബിൾ ചെയ്യും. അതായത് പാക്കറ്റ്സിൻ്റെ ഓർഡർ നമ്പർ ഉണ്ടാവും, ആ ഓർഡർ നമ്പറിനനുസരിച്ച് എന്ത് ചെയ്യും, അത് ആദ്യം ഓർഡർ ചെയ്യണം, റീഅസംബിൾ ചെയ്ത് അത് ഡെസ്റ്റിനേഷനിൽ അത് റിസീവ് ചെയ്യുന്നതിൽ അത് നേരെ തിരിച്ച് ആക്കിയിട്ട് പിന്നെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹൺഡ്രഡ്സ് ഓഫ് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് ഹാവ് ബീൻ ഡെവലപ്ഡ് ഈച്ച് ഡിസൈൻ ഫോർ സ്പെസിഫിക് പർപ്പസ് ആൻഡ് എൻവയോൺമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രോട്ടോകോൾസ് ഉണ്ട്. പിന്നെ ഓരോ പ്രോട്ടോകോളും ഓരോ സ്പെസിഫിക് യൂസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസ് ഉണ്ട്, പിന്നെ അതിൻ്റെ എൻവയോൺമെൻ്റ് ഒക്കെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ടൈപ്സ് ഓരോന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ഫസ്റ്റ് നമ്മൾ ഏറ്റവും പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് TCP എന്ന് പറയുന്നത്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. എ പോപ്പുലർ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോളാണ്. It divides any message into series of packets that are sent to source destination and there it gets reassembled at the destination. അപ്പോൾ ഈ TCPയിൽ ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മെസ്സേജിനെ ഓരോ പാക്കറ്റ്സ് ആക്കിയിട്ട് സെൻഡ് ചെയ്യും, എന്നിട്ട് ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അത് റീഅസംബിൾ ചെയ്തിട്ട് യൂസ് ചെയ്യാം. പിന്നുള്ളത് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. ഇറ്റ് മോസ്റ്റ്ലി യൂസ്ഡ് വിത്ത് TCP. അപ്പോൾ ഈ പറഞ്ഞിട്ടിരിക്കുന്ന TCPയും ഈ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളും, അത് ഈ TCP അധികം ഈ IP-ൻ്റെ കൂടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ തന്നെ അങ്ങനെ പറയാം, TCP/IP, TCP/IP എന്നാണ് പറയുക ആ പ്രോട്ടോക്കോളിന്. അപ്പോൾ ഈ രണ്ട് പ്രോട്ടോക്കോളും ഒന്നിച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അധിക സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുക TCP/IP എന്നാണ് കാണുക. ദി IP address in packets help routing them different nodes in a network until it reaches the destination system. അപ്പോൾ ഓരോ സിസ്റ്റത്തിനും ഇതുപോലെ പറഞ്ഞ പോലെ ഈ IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സ്, അതായത് നമ്മളെ അഡ്രസ്സ് പറയുകയാണെങ്കിൽ നമ്മളെ സ്ഥലം പറയും, ഏരിയ പറയും, നമ്മളെ പേര് പറയും, ഏരിയ പറയും, പിന്നെ സിറ്റി പറയും, പിന്നെ നമ്മളെ എന്താ പറയുക സ്റ്റേറ്റ് പറയും അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഉള്ള ഒരു അഡ്രസ്സാണ് ഈ IP അഡ്രസ്സ് എന്ന് പറയുന്നത്. അത് കുറേ നമ്പേഴ്സ് ആയിരിക്കും ഇതിനുണ്ടാവുക ഒരു സിസ്റ്റത്തിന്. അപ്പോൾ ആ IP അഡ്രസ്സ് നോക്കിയിട്ടാണ് ഈ പാക്കറ്റ് ട്രാവൽ ചെയ്തിട്ട് എത്തുക.
അപ്പോൾ ഈ IP അഡ്രസ്സാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് ട്രാവൽ ചെയ്ത് അതിൻ്റെ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. TCP/IP ഈസ് ദ മോസ്റ്റ് പോപ്പുലർ പ്രോട്ടോകോൾ കണക്റ്റിംഗ് ദി നെറ്റ്വർക്ക്സ്. ഏറ്റവും പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോളാണ് TCP/IP. ഇപ്പോൾ നമ്മൾ അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രോട്ടോകോളാണ്. ഇനിയുള്ളത് യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ, UDP എന്ന് പറയും. UDP ഈസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ടു ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോളിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോളാണിത്. അപ്പോൾ അത്ര പോപ്പുലർ അല്ല, മറ്റേ TCP/IP ആണ് കൂടുതൽ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതേ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് UDPയിലും ഉള്ളത്. നെക്സ്റ്റ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ, POP. ഇപ്പോൾ നിങ്ങൾ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഓർമ്മ എന്താ, പോസ്റ്റ് ഓഫീസാണ് അല്ലേ. ഇപ്പോൾ നോക്കാം, POP3 ഈസ് ഡിസൈൻ ഫോർ റിസീവിങ് ഇൻകമിങ് ഇമെയിൽസ്. പറഞ്ഞ പോലെ തന്നെ POP3 എന്ന് പറയുന്നത് അത് ഇൻകമിങ് ഇമെയിൽസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ്. ഇമെയിൽ, അപ്പോൾ സാധാരണ ഡാറ്റ കമ്മ്യൂണിക്കേഷന്, അതായത് നെറ്റ്, വെബ്, ഇൻ്റർനെറ്റിനൊക്കെ നമ്മൾ TCP/IP ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസ് ഉണ്ട്. POP3 ഇമെയിൽസ് വേറെ തന്നെയാണ്. ഇത് ഡാറ്റ ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നതിൽ കൂടി അത് ഒരു വേറെ ഫോർമാറ്റാണ്. അപ്പോൾ ഇമെയിലിനെ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണിത് ഈ POP എന്ന് പറയുന്നത്, ഇൻകമിങ് ഇമെയിലിന്, ഇങ്ങോട്ട് വരുന്ന ഇമെയിലിന്. പിന്നെ SMTP ഉണ്ട്, സിമ്പിൾ മെയിൽ ട്രാൻസ്പോർട്ട് പ്രോട്ടോക്കോൾ. ഇതെന്താണ്, ഈസ് ഡിസൈൻ ടു സെൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഔട്ട് ഗോയിങ് ഇമെയിൽ. ഔട്ട് ഗോയിങ് ഇമെയിലിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് SMTP എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇമെയിൽ അയക്കുന്നതിന് ഒരു പ്രോട്ടോക്കോളും റിസീവ് ചെയ്യുന്നതിന് വേറൊരു പ്രോട്ടോക്കോളാണ്. നെക്സ്റ്റ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. FTP allows users to transfer files from one machine to another. ഇത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. അതായത് ഫയൽസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെഷീനിൽ നിന്ന് വേറൊരു മെഷീനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പം നിങ്ങൾ ഗൂഗിൾ ഡ്രൈവ്, അതുപോലെ ഗൂഗിൾ ക്ലാസ് റൂമൊക്കെ ഉപയോഗിച്ചാണ് അല്ലേ. ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് നിങ്ങളോട് അസൈൻമെൻ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു PDF ഫയലാക്കിയിട്ടാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫയൽ ട്രാൻസ്ഫർ ഒരു മെഷീനിൽ നിന്ന് വേറെ മെഷീനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. ഇനിയുള്ളത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ, SMTP നമ്മൾ പറഞ്ഞല്ലേ. ഓക്കെ, വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, HTTP. ഇതാണ് നമ്മൾ നേരത്തെ വെബ് നോക്കുന്ന സമയത്ത് കണ്ടത്, ബ്രൗസറിൽ കണ്ടത്. HTTP ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിങ് ഡാറ്റ ബിറ്റ്വീൻ ദ ക്ലയൻറ്റ് ബ്രൗസർ ആൻഡ് ദി വെബ് സെർവർ ഇൻ ദി ഹൈപ്പർ ടെക്സ്റ്റ് ഫോർമാറ്റ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന ഏതിലാണ്, ബ്രൗസറിൽ അല്ലേ. അതായത് വെബ് സെർവറിലും ബ്രൗസറിലൊക്കെ യൂസ് ചെയ്യുന്ന ഇതാണ്. വെബ് പേജുകളിൽ യൂസ് ചെയ്യുന്നതാണ് ഈ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ HTML നിങ്ങൾക്ക് അടുത്ത സെമ്മിൽ പഠിക്കാനുണ്ട്. വെബ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഈ ഒരു പ്രോട്ടോക്കോളാണ്. അപ്പോൾ ഈ HTML എന്ന് പറയുന്ന ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അത് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണിത് HTTP എന്ന് പറയുന്നത്. ഇനി HTTP സെക്യൂർ ഉണ്ട്. അതായത് HTTP തന്നെ സാധാ സംഭവം തന്നെയാണ്, പക്ഷെ അത് കുറച്ചും സെക്യൂറാണ്. ഇൻ കേസ് ഓഫ് HTTP എക്സെപ്റ്റ് ദാറ്റ് ദ ട്രാൻസ്ഫറിങ് ഓഫ് ഡാറ്റ ഈസ് ഡൺ ഇൻ ആൻ എൻക്രിപ്റ്റഡ് ഫോർമാറ്റ്. അപ്പോൾ ചില സൈറ്റിൽ നിങ്ങൾ HTTP എന്നായിരിക്കില്ല കാണുക, HTTPS എന്ന് കാണാം. അപ്പോൾ അങ്ങനെയുള്ള സൈറ്റുകൾ കുറച്ചും കൂടി സെക്യൂറാണ്, കാരണം ഡാറ്റ എൻക്രിപ്റ്റഡ് രൂപത്തിലാണ് സെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ മോസ്റ്റ്ലി നിങ്ങളെ ഈ ബാങ്ക് സൈറ്റ്സൊക്കെ അധികവും ഇതുപോലെ HTTPS ആയിരിക്കും, കാരണം അവിടെയൊക്കെ സെക്യൂർ ആയിരിക്കണം അല്ലേ. കാരണം ഡാറ്റ അത്രയും സെക്യൂറായിട്ട് വേണം സെൻഡ് ചെയ്യാൻ. ഒരു എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലായിരിക്കും ഈ HTTPSൽ സെൻഡ് ചെയ്യുക. ഇത് കുറച്ചും കൂടി പുതിയ പ്രോട്ടോക്കോളാണ്. HTTP പഴയതാണ്, ഇപ്പോൾ HTTPS ആണ് പുതിയത്. ഇപ്പോൾ ഒരു സൈറ്റ് കണ്ടു കഴിഞ്ഞാൽ HTTPS ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അതെന്താണ്, അതൊരു സെക്യൂർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ടെൽനെറ്റ് ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ഡിസൈൻ ഫോർ കണക്റ്റിംഗ് വൺ സിസ്റ്റം വിത്ത് അനദർ. ടെൽനെറ്റ് വേറൊരു പ്രോട്ടോക്കോളാണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സിസ്റ്റം വേറെ സിസ്റ്റം തമ്മിൽ കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് വെറുതെ കണക്ട് ചെയ്യല്ല, നമ്മളിപ്പോൾ നെറ്റ്വർക്ക് ചെയ്താൽ സിസ്റ്റം കണക്റ്റഡ് ആവും. പക്ഷേ നിങ്ങൾ റിമോട്ട് ലോഗിനൊക്കെ കേട്ടില്ലേ, റിമോട്ട് ലോഗിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് വേറൊരാളെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്യാം. അതിനാണ് റിമോട്ട് ലോഗിൻ എന്ന് പറയും.
അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഹാക്ക് ചെയ്യലല്ല കേട്ടോ. വേറൊരാളെ കമ്പ്യൂട്ടറിൽ കയറിയിട്ട് അയാളെ കമ്പ്യൂട്ടർ ഇവിടെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, ഹാക്കിംഗ് അല്ല. ബട്ട് എന്താണ്, ടെൽനെറ്റ് യൂസ് ചെയ്തിട്ട് റിമോട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്യാം. അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു സിസ്റ്റം അതുപോലെ റിമോട്ട് ലോഗിനിൽ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഡെസ്ക്ടോപ്പ് എനിക്കിവിടെ എൻ്റെ സ്ക്രീനിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ സിസ്റ്റത്തിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ എനിക്കിവിടെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം ഈവൻ ഞാനിപ്പോൾ സ്റ്റാർട്ടിൽ പോയി ഷട്ട് ഡൗൺ അടിക്കുകയാണ്. ഷട്ട് ഡൗൺ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം അവിടെ ഷട്ട് ഡൗൺ ആവും. അപ്പോൾ അത് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുക, എനിക്കിവിടെ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ഇപ്പം പിന്നെ എന്താ പറയുക, നമ്മൾ ചില കമ്പനീസൊക്കെ വേണമെങ്കിൽ ഈ കസ്റ്റമർ കെയറിൽ ഇപ്പം ഏതെങ്കിലും കസ്റ്റമർക്ക് ഇപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക, എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പിന്നെ ഈ കസ്റ്റമർ കെയറിൽ ഇരിക്കുന്ന ആൾക്ക് റിമോട്ടായിട്ട് ലോഗിൻ ചെയ്തിട്ട് അയാളെ പ്രോബ്ലംസ് ക്ലിയർ ആക്കി കൊടുക്കാൻ പറ്റും. ആ ഡെസ്ക്ടോപ്പ് ഇവിടെ ആക്സസ് ചെയ്തിട്ട് അത് ക്ലിയർ ആക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് നോക്കാം. ഇപ്പോൾ സമ്മറി നോക്കാം. നമ്മൾ കുറേ ഡിവൈസുകൾ പറഞ്ഞു അല്ലേ, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ഡിവൈസുകൾ പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ NIC ആണ്. അപ്പോൾ NIC എന്താണ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു എക്സ്പാൻഷൻ കാർഡാണ് ഫോർ കണക്റ്റിംഗ് ടു എ നെറ്റ്വർക്ക്. ഒരു കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. നെക്സ്റ്റ് മോഡം എന്താണ് എഴുതുന്നു? ഇറ്റ് കൺവേർട്സ് ഡാറ്റ ബിറ്റ്വീൻ അനലോഗ് ടു ഡിജിറ്റൽ ആൻഡ് ഡിജിറ്റൽ ടു അനലോഗ് അല്ലേ. അതായത് അനലോഗിൽ നിന്ന് ഡിജിറ്റലിലേക്കും ഡിജിറ്റലിൽ നിന്ന് അനലോഗിലേക്കും മോഡുലേഷൻ ഡിമോഡുലേഷൻ അതാണ് മോഡം ചെയ്യുന്നത്. നെക്സ്റ്റ് റിപ്പീറ്റർ എന്തായാലും ചെയ്യുന്നത്? ഇറ്റ് ബൂസ്റ്റ് ആൻഡ് റീട്രാൻസ്മിറ്റ് എ റിസീവ്ഡ് സിഗ്നൽ. ഒരു സിഗ്നൽ റിസീവ് ചെയ്താൽ അതിന് ബൂസ്റ്റ് ചെയ്തിട്ട് റീട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് റിപ്പീറ്റർ ചെയ്യുന്നത്. ഹബ് എന്തായിരുന്നു? ഇറ്റ് കണക്ട്സ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഓർ അതർ നെറ്റ്വർക്ക് ഡിവൈസസ് ടുഗദർ അല്ലേ. ഒരു LAN ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു സെൻറ്ററിൽ ഒരു ഹബ്ബ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് സ്വിച്ച് എന്താ ചെയ്യുന്നത്? ഹബിൻ്റെ അതേ ഫംഗ്ഷൻ തന്നെയാണ്. ബട്ട് ഇറ്റ് ഫിൽറ്റേഴ്സ് ആൻഡ് ഫോർവേഡ്സ് നെറ്റ്വർക്ക് പാക്കറ്റ്സ്. അതെന്താ ചെയ്യുന്നത്? ഫിൽറ്റർ ചെയ്യുന്നുണ്ട് അല്ലേ. എല്ലാ പിന്നെ ബാക്കിയുള്ളതിലേക്ക് സെൻഡ് ചെയ്യല്ല ചെയ്യുന്നത്. ആ ഫിൽറ്റർ ചെയ്തിട്ട് അത് ആ പർട്ടിക്കുലർ സിസ്റ്റത്തിലേക്ക് മാത്രം അത് ഫോർവേഡ് ചെയ്യും. പിന്നുള്ള റൗട്ടർ എന്തായിരുന്നു? ഇറ്റ് ഫോർവേഡ്സ് ഡാറ്റ പാക്കറ്റ്സ് ബിറ്റ്വീൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. അതും ഇത് ഫംഗ്ഷന് തന്നെയാണ്. പക്ഷെ എന്താണ്, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൽ നിന്ന് വേറെ നെറ്റ്വർക്കിലേക്ക് ഡാറ്റ പാക്കറ്റ്സിനെ ഫോർവേഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ബ്രിഡ്ജ് എന്തായിരുന്നു? ഒരു വലിയ ലാനിനെ നമുക്ക് മൾട്ടിപ്പിൾ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ലാൻ ഇൻ ടു മൾട്ടിപ്പിൾ സെഗ്മെൻറ്റ്സ്. നെക്സ്റ്റ് ഗേറ്റ്വേ എന്തായിരുന്നു? ഇറ്റ് കണക്ട്സ് ടു നെറ്റ്വർക്ക്സ് യൂസിങ് ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ്. വ്യത്യസ്ത പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് ഗേറ്റ്വേ യൂസ് ചെയ്യുന്നത്. ആക്സസ് പോയിൻ്റ് എന്തായിരുന്നു? എ ഡിവൈസ് ദാറ്റ് ക്രിയേറ്റ്സ് എ വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു WLAN അല്ലെങ്കിൽ വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ആക്സസ് പോയിൻ്റ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് പ്രോട്ടോകോൾസ് ആണ്. പ്രോട്ടോകോൾസ് ജസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്താൽ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ TCP, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ IP, TCP/IP എന്നാണ് നമ്മൾ പറയുക. യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ UDP, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ POP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ SMTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ FTP, റിപ്പീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ HTTPS, ടെൽനെറ്റ്. അപ്പോൾ ഇത്രയല്ല ഉള്ളത്. കുറേ പ്രോട്ടോകോൾസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പം
കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു.